ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാങ്ങാക്കറിയാണ് കേട്ടോ. ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം മാങ്ങാക്കറി. അപ്പോൾ മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ചനച്ച മാങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിനായിട്ട് മാങ്ങ തൊലി കളഞ്ഞിട്ട് നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ 2 മാങ്ങയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, 4 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ ഉലുവ, കടുക്, 4 വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഉള്ളി, ഇഞ്ചി പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. അതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1-ാം പാലും 2-ാം പാലും ചേർത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് പിരിഞ്ഞ് പോകുന്നില്ല, നമ്മൾ കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് ഒരങ്ങിയ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചേർത്തത് കാരണം ഉപ്പ് ആവശ്യത്തിനുണ്ട്, അത് കാരണം ചേർത്ത് കൊടുക്കുന്നില്ല. അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.